ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കട്ടാ. ആ ഒരു തെങ്ങുമത്തെ ഇളനീന് പറിച്ച് അതിന് 2-4-5 കൊല കിട്ടി. ഈ ഒരു തെങ്ങിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ 2 ഇളനീനുണ്ടായിട്ടുള്ളൂ. ഇതാ കാണിച്ചു തരാം. ഇതാ അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 ചെറുത് അവിടെ 2 കിട്ടി. ഞാൻ ഒഴിവാക്കാൻ വിചാരിച്ചു. എന്തായാലും ഒരുപാട് തെങ്ങ് ഇവിടെ അങ്ങനെ കയറാണ്ടല്ലോ. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ചെന്ന് പൊറോട്ടയ്ക്ക് 15 ഉറുപ്പ്യ ഇവിടെ ബോംബെയിൽ വില, ഗ്യാസ് ഇല്ലാത്ത കാരണം ഒക്കെ ഇതിന് വില കൂട്ടിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു റബ്ബ എൻ്റെ മുതലല്ല തെങ്ങിൻ്റെ മുകളിൽ. ഇവിടെ തെങ്ങ് കയറുന്ന ആളെ വിളിച്ചാൽ തെങ്ങേറ്റക്കാർക്ക് 200-250 ഉറുപ്പ്യ കൂലിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 4 ഇളനീനും 5 ഇളനീനും 10 ഇളനീനും 20 ഇളനീനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സാധാരണ കോൺട്രാക്ട് എടുത്ത ആൾക്കാരുണ്ടാവില്ല, ഓണർമാർ. അവരൊന്നും ആ തെങ്ങുമ്പോൾ കയറ്റിക്കൂല. ഒരു കൊലക്കെ ഉണ്ടെങ്കിൽ ഒന്നും കയറ്റിക്കൂല. കാരണം മുതലാവില്ല. 250 ഉറുപ്പ്യ തെങ്ങ് കയറുന്നതിന് 300 ഉറുപ്പ്യക്കാണ് കൂലി ഇവിടെ ബോംബെയിൽ. കാരണം ഒക്കെ അപകടം പിടിച്ച തെങ്ങിൻ്റെ അവൾ കയറുമ്പോൾ 300 ഉറുപ്പ്യ കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ സദ്ദാമിനോട് ഞാൻ പറഞ്ഞു നമുക്ക് പൊറോട്ട മേടിക്കാൻ 15 ഉറുപ്പ്യ വരുന്നുണ്ട്, എന്നാൽ ഞാൻ അതിമാട് കയറിക്കോളാം. എന്നാൽ 2 തെങ്ങ് കയറിയാൽ ഇതാ ഇത് 40 ഉറുപ്പ്യ, 40-80. ഇത് കുറച്ച് കയമ്പുള്ളതാണ്. 100 रुपये मिल जाएगा ना दोनों का? 120 ഉറുപ്പ്യ ഇട്ടു. അപ്പോൾ ആ 120 ഉറുപ്പ്യ എൻ്റെ മുതലായ കാരണം ഞാനത് പറിച്ച് ഞങ്ങൾക്ക് എനിക്കും പൊറോട്ട മേടിക്കാം, ഇസ്കുബി പൊറോട്ട ലേ സക്തെ, ഇവർക്കും പൊറോട്ട മേടിക്കാം, എൻ്റെ രാജുവിന് പണിക്കാരൻ ഓനിക്കും പൊറോട്ട മേടിക്കാം. അപ്പോൾ എൻ്റെ പൈസ ലാഭമായി. ഇതാണ് പറഞ്ഞത്. അവനാൻ്റെ മുതൽ അവനാൻ കയറ്റാൻ പഠിച്ച കാരണം കൊണ്ട് എന്തായി, അവനാൻ കയറിയപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ പണിയേ ഉണ്ടായിട്ടുള്ളൂ. ആ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കി 150 ഉറുപ്പ്യ. അപ്പോൾ കുറേയൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ എല്ലാ പണിയും നമ്മൾ ചെയ്യുക. എല്ലാത്തിൻ്റെ മുകളിൽ മുതലാളിയാവാൻ നിന്നാൽ ചിലപ്പോൾ നമ്മൾ അടപ്പ് വരും. ചില സമയത്തൊക്കെ ഇപ്പോൾ കൊറോണ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ മനുഷ്യനും അകത്ത് പെട്ട്. അപ്പോൾ എല്ലാ അറിയുന്ന ആൾക്കാരാകുമ്പോൾ എന്തായി, ഓൻ വീട്ടിലിരുന്നാലും സ്ഥാപനത്തിരുന്നാലും ഓനക്കൊരു 10 ഉറുപ്പ്യ ഉണ്ടാക്കാം. അപ്പം ഒക്കെ ഒരു മുതലാളിയായിട്ട് നല്ല പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ സ്ഥാപനത്തിൽ ഇരിക്കാൻ നിന്നാൽ പണിക്കാരെ കിട്ടാതാകുമ്പോൾ തെണ്ടി നടക്കേണ്ടി വരും. ഇപ്പോൾ സംസൊക്കെ ഇളനീച്ചത്ത് പഠിച്ച്, അതുപോലെ ലോറി വരുമ്പോൾ ചിരക്ക് എണ്ണി കൊടുക്കണേ, കാലിതുക്ക ഇളനീച്ചത്ത് പഠിച്ച് ചിരക്ക് വരുമ്പോൾ എണ്ണി കൊടുക്കണേ. എല്ലാ മനുഷ്യന്മാരും അവനവനെ എല്ലാ തൊഴിലും അവനാൻ പഠിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ വെറും ഡ്രൈവറെ വെച്ചിട്ട് വാഹനം ഓടിക്കാൻ നിൽക്കരുതിട്ടാ. കാരണം ഡ്രൈവർമാർ ഏത് സമയത്താണോ നമ്മളെ ചതിക്കുകയൊന്നും വരാൻ പറ്റില്ല. ചിലപ്പോൾ ഓനക്ക് ഓൻ്റെ എവിടെയെങ്കിലും കല്യാണം ഉണ്ടാവും, അല്ലെങ്കിൽ ഓനക്ക് എന്തെങ്കിലും പോകേണ്ട അർജൻറ്റ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഡ്രൈവർ ഇപ്പോൾ ഒരു മാസം നമ്മളെ കയ്യിൽ പണിയെടുക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കണ്ടാവും ഞാൻ വാഹനമൊന്നും പഠിക്കണ്ട, ഓൻ വരുന്ന ഒക്കെ പഠിച്ചിരുന്നോളി. അവനാൻ്റെ ജീവിതം കുടുംബം പട്ടിണിയില്ലാതെ ജീവിക്കുക. എല്ലാ പണിയും പഠിക്കുക. ഞാൻ പഠിക്കാത്ത പണി എന്താ? വണ്ടി ഓടിക്കും, തെങ്ങ് കയറും, കച്ചറ കൊണ്ടുവിടും. നിങ്ങൾ എന്ത് പണി പറഞ്ഞോളി. അതുപോലെ വീട്ടിലെ പ്ലംബിങ്ങിൻ്റെ പണി, വയറിങ്ങിൻ്റെ പണി, കുറേയൊക്കെ നമ്മൾ സ്വയം നമ്മളെ ചിന്ത നമ്മൾ ചെയ്യുമ്പോൾ ഓരോ പണി ചെയ്യുമ്പോഴും 100 തവണ ആലോചിക്കണം. എന്തെങ്കിലും പോയിട്ട് ഒന്ന് അങ്ങോട്ട് ചെറിയൊരു ബുദ്ധി കൊടുക്കാൻ എന്തെങ്കിലും ചെയ്താൽ അപകടത്തിൽ പോയി ചാടും. ഒരു തെങ്ങുമ്മ കയറുമ്പോൾ അതിൻ്റെ മുകളിൽ കയറുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു കൊല വരുമ്പോൾ ആ കൊല ഏത് തരത്തിൽ കൂടെ വീഴും. അത് അയിമ തൊടുമ്പോൾ ഉണങ്ങിക്കണ തേങ്ങാണ്. അപ്പോൾ ഉണങ്ങിക്കണ തേങ്ങ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും അയിമ പോയിട്ട് പതുക്കണ്ട് കൈ വെച്ചാൽ ആ തേങ്ങ ചിലപ്പോൾ ആ കൊലൻ്റെ മുകളിൽ ചിലപ്പോൾ 10-15 തേങ്ങ ഉണങ്ങിക്കുണ്ടാവും. ഇതൊക്കെ മനുഷ്യൻ ചെയ്യേണ്ട പണിയാണ്. അപ്പോൾ അത് അപകടം പിടിച്ച പണിയാകുമ്പോൾ നമ്മളെന്താണോ തലച്ചോറ് നല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിൽക്ക് പടച്ചോനെ ഞാൻ ആ ഒരു തേങ്ങ ഉണങ്ങിക്കണം, ഒരു തേങ്ങേൻ്റെ മുകളിൽ തൊടുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ചിന്തിക്കണത്. അത് ചിന്തിച്ച് അപ്പോൾ അവിടെ ഒന്നുമ്പോൾ തൊടുമ്പോൾ ചിലപ്പോൾ മറ്റേ തേങ്ങ അതേമാതിരി സേമായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിമ തൊടുമ്പോൾ മറ്റോടത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവിടെ ചിലപ്പോൾ ഇവിടെ ഇളകുമ്പോൾ അവിടെ ഇളക്കം വന്നാൽ അത് വീഴുമ്പോൾ ആൾക്കാരെ തലമുക്ക് വീഴും, അല്ലെങ്കിൽ കാർമുക്ക് വീഴും. അപ്പോൾ നമ്മൾ പടച്ചോനെ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് തന്നെ അറിവുകൾ ഉണ്ടാവണമെന്നില്ല. മറ്റുള്ളവർ പറയുമ്പോൾ എന്താ അറിയുക, ആ അറിവ് വെച്ചിട്ട് ലോകത്ത് മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുക. ബാങ്കിൽ ടൈപ്പ് ചെയ്യണ പണി, ബാങ്കിലെ മാനേജർ എന്താ ചെയ്യണേ? ഓൻ കസാലമെന്ന് ഇറങ്ങി പോണ സമയത്ത് ഓൻ മറ്റവനക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ പഠിച്ച പണി ഇതാണ്, ഇജ്ജു അയിമ കൂടെ കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ കൂടെ തോണ്ടിക്കൂടുമെന്ന് പറയും. മറ്റവൻ പറയും ഞാൻ ഈ പണിയാണ് പഠിച്ച. അതല്ല, അതും പഠിക്കണം. സ്വയം നമ്മളെ ചിന്തയിൽ കൂടെ നമ്മൾ പല അറിവുകളും ഇന്ന് ലോകത്ത് ഓരോ മനുഷ്യനും പല അറിവുകളും കണ്ടെത്തണം. എന്താണ് ഓനക്ക് പഠിച്ചോ ഓരോ കഴിവ് കൊടുക്കുമ്പോൾ ഓൻ അതിൽ കൂടെ പലതും ജീവിതത്തിൽ കൂടെ പലതും കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അത് ലോകത്തുള്ള ജനങ്ങൾ കാണുകയാണ്. ചെറുവന് പല തരത്തിലും വണ്ടി ഉണ്ടാക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒന്നറിയാത്ത കുട്ടികൾ ഓൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും സൈക്കിളോ എന്തെങ്കിലും, അതൊക്കെ അള്ള കൊടുക്കുന്ന കഴിവാണത്. അത് സ്വയം ബുദ്ധി പഠിച്ചോ ഓരോ മനുഷ്യർക്ക് തരുമ്പോൾ ആ അറിവുകൾ വെച്ചിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുക. ഞാനിപ്പോൾ തെങ്ങിൻ്റെ മുകളൊക്കെ അപകടം പിടിച്ച തെങ്ങിൻ്റെ മുകളിൽ റോഡുമുള്ള തെങ്ങാ തൊക്കെ ഇങ്ങോട്ടൊക്കെയാണ് ആ തെങ്ങ് അങ്ങോട്ടേക്ക് പോയിക്കുക. അതിൻ്റെ മുകളിൽ കൈ വെക്കുക. 1 മിനിറ്റ്. അതിൻ്റെ മുകളൊക്കെ കൈ വെക്കുമ്പോൾ അടിയിൽ കൂടെ കാറ് പോകുക. അവിടെ ഒരാളെ നിർത്താൻ എനിക്ക് പാകമില്ല. ഇവനാച്ചാൽ അകത്താണുള്ളത്. അപ്പോൾ ആ ബസ്സാണ് പോകണം. കണ്ടില്ലേ?
അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നിനോട് തൊടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നാട് ചിന്തിച്ചിട്ട് ഓരോന്നാട് കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ, അത് അപകടത്തിൽ പോയി ചാടും. അത് ചെയ്യരുതിട്ടാ. എന്തൊരു കാര്യം നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും നമ്മൾ സുരക്ഷയാണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം വരാൻ പോകണ്ടെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ആ കൊല്ലൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ തൊടുമ്പോൾ 10 തേങ്ങ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിന്മേൽ ചിന്തിക്കുക, റബ്ബേ ഞാൻ ഒന്നിൻ്റെ മുകളിൽ തൊട്ടാൽ വേറൊരു 10 തേങ്ങ വീഴുമല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ അരമ കയറ് കെട്ടുക, തെങ്ങുമ്മ കെട്ടാനിട്ട് 2 കൈയും 2 കാലും നമ്മൾ പ്രവർത്തിക്കണം. വെറും ചിലവരതല്ല അങ്ങനെ ഞാൻ വലിയൊരു കയറ്റക്കാരനാണെന്നും പറഞ്ഞിട്ട് ഓനായിട്ട് കയറും, എന്നിട്ട് ഓൻ എന്തെങ്കിലുമൊക്കെ ഒന്നിട്ട് കാട്ടിക്കൂട്ടും, എന്നിട്ട് ഒന്നാകെ ഓനും മുഴുവൻ ചില സമയത്ത്. അപ്പോൾ ചില സമയത്ത് കൊല വന്നിട്ട് നെഞ്ഞത്തേക്ക് വന്ന് അടിക്കലുണ്ട്. 2-3 സ്ഥലത്ത് എൻ്റെ പടച്ചോൻ്റെ കാവലുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഈ അരമ കയറ് കെട്ടിയിട്ടും തെങ്ങുമ്മ കെട്ടണോണ്ട് 3-4 അപകടത്തിൽ നിന്ന് അള്ളാഹു എന്നെ കാത്തിട്ടുണ്ട്. കാരണം കൊല വന്നിട്ട് ഞാൻ അപ്പുറത്ത് കൂടെ കയറിട്ടിട്ട് ഇപ്പം മറ്റൊന്ന് ടൈറ്റാക്കി പിടിച്ച് അവസാനം കൊല വന്നിട്ട് അടിച്ച് എൻ്റെ നെഞ്ഞത്തേക്കാണ്. അടിച്ചോട് കൂടിയിട്ട് ഞാനെന്താ എൻ്റെ കയ്യും വിട്ട് എൻ്റെ 2 കാലും പോയി, ഇങ്ങനെയായിട്ട് പോയി. അപ്പോൾ എന്താ ഈ കയറുണ്ടായ കാരണം അവിടെ പടച്ചോൻ എന്നെ പിടിച്ച് നിർത്തി. ഞാനൊക്കെ എന്ന് മരിച്ചു പോകേണ്ട ആളെന്നറിയോ? എപ്പോഴോ എൻ്റെ റൂഹ് മണ്ണായിട്ട് 800-800 പക്ഷെ അതിന് ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കണം. എന്താ വെച്ചാൽ ഒന്നിരിക്കലും എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ ഉപ്പാൻ്റെ ദുആക്കാരോ ഏത് സമയത്തും അതുപോലെ ഞാൻ പറയാൻ നിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഈ പറഞ്ഞതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊന്നും ഓർമ്മയില്ല. ഇപ്പോൾ തെങ്ങുമ്പോൾ കയറുമ്പോൾ വേദന എടുത്ത് ചെക്കൻ ചീത്ത അറിയണ്ടേ വേഗം കയറാണ്. എനിക്ക് തെങ്ങുമ്പോൾ കയറുമ്പോൾ വേദന എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയണോ, അല്ല നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിക്കാനോ നിങ്ങളടുത്ത് പൈസ ഇട്ടാനൊന്നും പറഞ്ഞല്ല. അപ്പോഴൊക്കെ എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ ഉപ്പാൻ്റെ ദുആ ഞാൻ ഇനി മരിക്കണം എപ്പോഴാണ് അറിയോ? എൻ്റെ സമയം കടന്നു പോകണം. എൻ്റെ അമ്മ എൻ്റെ അപ്പയും മരിച്ചാൽ ഞാൻ അതിനത്രയും ജീവിക്കൂല. അപ്പോൾ എൻ്റെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കളെ പറഞ്ഞയക്കും. കാരണം എനിക്ക് പിന്നെ ബാക്കിയുള്ളവരെ ദുആ ഇല്ല. എൻ്റെ ഭാര്യ ദുആ ചെയ്താലൊന്നും എനിക്ക് ഫലം കിട്ടൂല. എൻ്റെ മക്കൾ ദുആ ചെയ്താലൊന്നും എനിക്ക് ദുആ അവരെ ദുആ ഒന്നും അള്ളാഹു സ്വീകരിക്കൂല. എൻ്റെ അമ്മ ഹയാത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, എൻ്റെ അപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ കണ്ണടഞ്ഞാൽ അതോടക്കണ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എൻ്റെ റൂഹിൻ്റെ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വരും, എൻ്റെ റൂഹിനെ കടന്നു. അപ്പോൾ ഇതിന് അവിടുന്ന് പുറപ്പെടും. കാരണം എനിക്ക് അതിനകത്ത് ജീവിക്കാനുള്ള ആയുസില്ല. എൻ്റെ സമയമൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ ഉപ്പാൻ്റെ ദുആണ്. അതുപോലെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, നമ്മൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് അവിടെ ചാപ്പിന ചെക്കനക്ക് ഇന്നെ തച്ചു കൊല്ലാണ്ട് ദേഷ്യമാണ്. കാരണം ഈ തെങ്ങുമ്പോൾ കയറുമ്പോൾ സംസുക്കി ഇടങ്ങറായിക്കാണ്. കാരണം ഞാനെന്താ 2 തെങ്ങ് കയറുമ്പോൾ ഇതിന് കൃമി അടിക്കും. അപ്പോൾ ഇതിനേക്ക് കൃമി അടിക്കുമ്പോൾ ഒരു 4 വീഡിയോയെങ്കിലും വിടണം. അതിൻ്റെ വിഷമം മനസ്സിൽ നിങ്ങളൊക്കെ എങ്ങനെയാണോ നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ പിടിച്ച് നിർത്തുന്നത്? റബ്ബേ നിങ്ങളൊക്കെ ഞാൻ സമ്മതിച്ച് പോയി. നിങ്ങൾ ചിന്തിച്ചിട്ടും തലച്ചോറിനുള്ളിൽ വെച്ചിട്ട് ഒരാളോട് പറയാതെ ഒരുപാട് ആൾക്കാർ ആ മനസ്സിൽ കൊണ്ടടക്കുന്നുണ്ടല്ലോ. എന്നെക്കൊണ്ട് പറ്റൂല റബ്ബാണ്. ഞാൻ അള്ളാന് സത്യം എനിക്ക് പറ്റണില്ല. ഞാൻ സെക്കൻഡ് നേരം കൊണ്ടാണ് ഞാൻ ആ മറക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം മറന്നു. പിന്നെ കമൻറ്റ് വരുമ്പോൾ ഞാൻ അതൊക്കെ ആലോചിക്കേണ്ട പടച്ചണത്തൊക്കെ എപ്പോഴാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഉമ്മാനിപ്പാ നിങ്ങൾ വേദനിപ്പിക്കണം, അച്ഛനും അമ്മേനെയും വേദനിപ്പിക്കല്ലേ. അതുപോലെ നിങ്ങൾ ഗൾഫിലേക്ക് പോകണേ, ദുബായ് പ്രവാസി ലോകത്തേക്കാണ് പോണത്. ഇനിയിപ്പോൾ നാട്ടിലായാലും ശരി, അച്ഛൻ വാപ്പയും അമ്മയും മരിക്കുന്നതിൻ്റെ മുന്നേ അവരെ കയ്യിൽ നിന്ന് ഒരു 10 ഉറുപ്യ 5 ഉറുപ്യ നിങ്ങൾ നോട്ട് അവരോട് പോരാ നിങ്ങൾ ദുആ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് തരും, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് നേരാവാനാണ്, അവിടെ ഉമ്മ നിങ്ങൾക്ക് തരും 10 ഉറുപ്യ എന്ന് പറഞ്ഞാൽ ആ ഉമ്മ ഒരു വട്ടം പറഞ്ഞാൽ മതി. പിന്നെ ഉമ്മയോട് പറയും ഞാൻ എപ്പോഴും പോകുമ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങളൊരു 10 ഉറുപ്യ ഉമ്മിപ്പിക്ക് തരണട്ടാ, ദുആ ചെയ്ത് തരണട്ടാന്ന്. ഈ പ്രയാസത്തിൽ നിന്നിട്ട് കര കയറാനാണ് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ ഇപ്പി ആ ദുആ ചെയ്തിട്ട് അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ മാതാപിതാക്കൾ മനസ്സറിഞ്ഞിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദുആ ചെയ്തിട്ട് എൻ്റെ പൈതമക്കൾ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് നേരായി കാണണം റബ്ബേ എന്ന് പറഞ്ഞിട്ട് അവർ ദുആ ചെയ്തിട്ട് ആ പൈസ തരുമ്പോൾ ആ പൈസ പേഴ്സിലോ പിന്നെ കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ കല്ലേൽ വെക്കുക നല്ല പൊളിച്ച്. ആ പൈസ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം മാതാവും പിതാവും കണ്ണടഞ്ഞു പോയാൽ ആ പൈസ നിങ്ങളിങ്ങനെ കൈ നോക്കുമ്പോണ്ടല്ലോ നിങ്ങളെ ഹൃദയമേനിക്കും എൻ്റെ അമ്മ തന്ന പൈസയാണ്, എൻ്റെ അപ്പ തന്ന പൈസയാണ്. പക്ഷെ നമ്മൾ നേരാവും, നമ്മൾ ഉറപ്പാണ്. എവിടെ ചെന്നാൽ നമ്മൾ കോടീശ്വരനായിട്ടില്ലെങ്കിലും ശരി നമ്മൾ ദാരിദ്ര്യമായിട്ട് ജീവിക്കില്ല. നമ്മൾ എവിടെയെങ്കിലും പോയാലും നമ്മൾ ആരെങ്കിലും ചേർത്ത് പിടിക്കാൻ ആൾക്കാരുണ്ടാവും. കാരണം എന്താ, ആ ഉമ്മ ഇപ്പാൻ്റെ ഹൃദയം നമ്മളെ ഹൃദയത്തിലേക്ക് എപ്പോഴും ഉണ്ടാവും. അവിടെ ഇപ്പം എൻ്റെ അമ്മ ഇപ്പം എവിടെ തന്നെ കേരളത്തിലാണ്, ഞാൻ ബോംബെയിലാണ്. പക്ഷെ എൻ്റെ അമ്മ ഏത് സമയത്തും നിസ്കരിച്ചിട്ട് ഓതിയിട്ടും തേജൂദ് നിസ്കരിച്ചിട്ട് ഏത് സമയത്തും സുന്നത്ത് നിസ്കരിച്ചിട്ട് നടക്കുന്ന ഒരു ഉമ്മയാണ്. ആ ഉമ്മ എപ്പോഴും ദുആ ചെയ്യണതാണ് മക്കൾക്ക് വേണ്ടിയിട്ടും ലോകത്തുള്ള ജീവിക്കണ ഓരോ മനുഷ്യർക്കും വേണ്ടി മാതാപിതാക്കൾ ദുആ ചെയ്യണതാണ്. പടച്ചോനെ ഒരു ആപത്തും വരുത്തല്ലേ. നമ്മളൊക്കെ ഓരോ പ്രവാസി ലോകത്ത് നമ്മളിങ്ങനെ നടന്നു പോകണേ എന്താ സംഭവിക്കണം, പോണ വൈക്കുന്നത് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ഏതോ നായ്ക്കൾ വന്നിട്ട് നമ്മളെ മേത്തേക്ക് വണ്ടിയോട് ഇടിച്ച് കയറ്റും. അപ്പോൾ അതിനൊക്കെ മാതാപിതാക്കളെ ദുആ ഉണ്ടായാൽ മതി. ആ ഉമ്മാനിപ്പാൻ നമ്മൾ കണ്ണീര് പൊടിപ്പിക്കരുത്. അത് ഞങ്ങളോട് പറയണ്ട കേട്ടോ. നിങ്ങൾ ഭാര്യയുടെ വാക്ക് ഇട്ടിട്ട് തന്തനെയും തള്ളിയും നോക്കാതിരിക്കണ്ട കേട്ടോ. ഭാര്യ എന്ന് പറഞ്ഞത് അന്യ സ്ത്രീയുടെയും പുരുഷൻ്റെയും മോളാണ്. ഓൾക്കൊന്നും വരാൻ പാടില്ല. ഓൾക്ക് മലന്നാണ്ടി കമന്നാ കുണ്ടിന്ന് പറഞ്ഞിട്ടാണ് ഓള് നടക്കണത്. അപ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഓളെ വർത്താനം കേട്ടിട്ട് ഓള് രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഓള് നമ്മളെ ചോട്ടിൽ വല്ല കൊതു വന്നിട്ട്
ഊതി തരുന്ന പോലെ ഓളിങ്ങനെ ഊതി തരും ചോട്ടിൽ നമ്മളെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പം നമ്മളെ കേൾക്കുമ്പോൾ നമ്മളെ ഏട്ടനായിട്ടും തെറ്റി, അഞ്ചനായിട്ടും തെറ്റി, നമ്മളെ ഭാര്യനായിട്ടും തെറ്റി, എല്ലാവരായിട്ടും തെറ്റി. കാരണം ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയാണ്. കാരണം ഓളെ കുടുംബത്തിലുള്ള എല്ലാവരും നല്ല മുസാഹിബും കെട്ടായിട്ട് ഓള് പിടിച്ചെക്കും. കാരണം ഓൾക്ക് എല്ലാവരും വേണം അവിടെ. ഇവിടെ നമ്മളെ കുടുംബത്തിൽ നമ്മളെ ഏട്ടനെയും അഞ്ചനെയും നമ്മളെ കുടുംബത്തിൻ്റെ ഒക്കത്തിന് തെറ്റിക്കണത് ഭാര്യമാരായിരിക്കും. എല്ലാ ഭാര്യമാരെ ഞാൻ പറയണില്ല, ചില ഭാര്യമാർ സ്ത്രീകൾ അങ്ങനെ ഉണ്ട്. കാരണം അവരെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ വിഷമം മനസ്സിലെച്ച് നടക്കുന്നുണ്ടാവും, വാപ്പ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് വെച്ച് നടക്കുന്നുണ്ടാവും. പല ഏട്ടന്മാരോ അഞ്ചന്മാരോ മൂത്തച്ഛനോ ഇളച്ചനോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ പക വെച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ചോട്ടിൽ രാത്രി കൊതു വരുന്ന പോലെ ആ ചോട്ടിൽ വിളിക്കുന്ന പറ്റുകളിങ്ങനെ. അപ്പം നമ്മളെന്ത് ചെയ്യും? നമുക്ക് ഒരു നേരത്തെ ഇപ്പോൾ പറയാൻ നിന്ന അപ്പോൾ ഇതൊക്കെ ഭാര്യമാരെ വാക്കിട്ടിട്ടൊന്നും മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ നിൽക്കണ്ട. കാരണം നമുക്ക് തന്തനെയും തള്ളനെയും വേദനിപ്പിച്ചാൽ നമ്മളെ കയ്യിൽ നല്ലപോലെ പൈസ വരും. അതെന്താ അറിയോ? ഒക്കെ അതിൻ്റെ സമയമാകുമ്പോൾ പോവുകയും ചെയ്യും. നമ്മൾ കണ്ണടയാണ്ട് മുന്നേ തന്നെ നമുക്ക് പറിച്ചോനോ ഇടങ്ങറാക്കും. അപ്പോൾ തന്തനെയും തള്ളനെയും മരിക്കോളം നോക്കുക, അവരെ കാട്ടും മൂത്രമൊക്കെ വൃത്തിയാക്കുക. അത് ചെയ്തിട്ടുണ്ട് ലോകത്തോട് വിട പറഞ്ഞ് പോയാൽ മതി. ഞാൻ പറയാച്ചാൽ ഞാൻ തെങ്ങ് കയറട്ടെ. അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ അമ്മേൻ്റെ ഒപ്പൊക്കെ പനിമ്മനൊക്കെ എൻ്റെ അഞ്ചന്മാരും ഓൻ്റെ പെണ്ണുങ്ങളൊക്കെ നോക്കിയിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഓള് എന്താ ജോലിയുടെ ഭാഗമായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ അക്ബറിൻ്റെ പെണ്ണുങ്ങൾ. പിന്നെ അക്ബർ പറമ്പിൽ പണിയെടുക്കാനും പുല്ലട്ടാനും പോവുകയാണ്. അപ്പം ഉമ്മാൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ വരേണ്ട സമയമാകുമ്പോൾ 4 മണി 5 മണിയാകുമ്പോൾ തന്നെ വരുള്ളൂ. അപ്പം ഉമ്മ ഒറ്റപ്പെടുകയാണ് അവിടെ. ഞാൻ എൻ്റെ ഉമ്മാനോട് എന്ന് പറിച്ചു തുടങ്ങിയാരോ ഉമ്മ എൻ്റെ അവിടെ വന്ന് നിൽക്കി. അവിടെ ആകുമ്പോൾ എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ കുട്ടികളുണ്ട്, ഓൾ ജോലിക്കൊന്നും പോകണില്ല. അപ്പോൾ ഉപ്പാക്ക് വെച്ച് പറ്റൂല. ഉപ്പാക്ക് വെച്ചാൽ തറവാട്ടിങ്ങ പോയി നിൽക്കണം. അത് ഒരുപാട് നീണ്ടുപോയി. തറവാട്ടിങ്ങ പോയി നിൽക്കണം. ഇപ്പം ഉപ്പാക്ക് ബുദ്ധിയില്ല. ഇപ്പോൾ ബുദ്ധി മറിഞ്ഞ് ഇപ്പം ഉപ്പാനെ ഞാൻ എൻ്റെ അടുക്ക് കൊടുത്ത് നിർത്തി. ഇപ്പം എൻ്റെ അമ്മ ഒരു കുഴപ്പമില്ല. എൻ്റെ അമ്മ നല്ല വയറച്ച് ചോറും കഴിക്കുന്നുണ്ട്. എൻ്റെ കുട്ടികൾ വല്ല തീട്ടം കാട്ടും മൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ചെയ്തു കൊടുക്കുമ്പോഴത്തേനും മക്കളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. മാതാപിതാക്കളൊക്കെ അവരെ ദുആ കിട്ടിയാൽ നമ്മൾ ഒരിക്കലും ഈ ഭൂമിയിൽ ഇടങ്ങറാവില്ല. ഞാൻ സത്യങ്ങളോട് പറഞ്ഞു. പക്ഷെ അമ്മാനിപ്പാനി പെണ്ണുങ്ങളെ വാക്കിട്ട് തന്തിനും തള്ളനും കണ്ണീര് പിടിപ്പിക്കാൻ നിൽക്കണ്ടട്ട. അവരന്നം സ്ത്രീൻ്റെ പുരുഷൻ്റെ അതിൽ വന്ന പെൺകുട്ടികളാണ്. എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ ഓൾക്കറിയാം. എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് ഒരു കാര്യം സ്വകാര്യം പറയില്ല. ഓൾക്കറിയാം എന്നോട് സ്വകാര്യം പറഞ്ഞോ നേരാണ്ട് വെളുക്കാടല്ല അപ്പം കയറി ചെല്ലും. ഏട്ടൻ്റെ അടുത്തൊക്കെ അഞ്ചൻ്റെ അടുത്ത് കളിച്ച് ഓൻ്റെ പെണ്ണുങ്ങളുടെ അടുത്ത് കളിച്ചാൽ കയറി ചെന്ന് ചോദിക്കില്ല. ഞാൻ ഇതുണ്ടായിക്കണടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തടിയെന്ന് ഞാൻ ചോദിക്കും. അല്ലെങ്കിൽ ഓള് അവർ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി തന്നിട്ടുണ്ടാവുള്ളൂ. അതിന് ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റി തരും. എൻ്റെ പെണ്ണുങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ പെണ്ണുങ്ങൾ സാധാരണ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞത്. അവർ നമ്മളെന്തെങ്കിലും ചെറിയൊരു പ്രശ്നം അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ബിറ്റുങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ രാത്രി കെടുക്കുമ്പോൾ അങ്ങോട്ട് കയറ്റി തന്നിട്ട് നമ്മളെ കുടുംബത്തിലുള്ള ഏട്ടന്മാരും അഞ്ചന്മാരായിട്ടും പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ പെണ്ണുങ്ങളായിട്ട്. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് എന്താ പറയുക, ഒരു കാര്യം എന്നോട് പറിച്ചില്ല. സുഖമായിട്ട് കെടുക്കണേ, ഞാനും ഓള് കെടുക്കണേ. അവസാനം നേരം വെളുക്കണേ, ഒരു കുഴപ്പമില്ല. ഓൾക്ക് കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നേരം വെളുക്കുമ്പോഴത്തേന് അത് കണ്ണി കണ്ടവരുടെ ചോട്ടിക്ക് എത്തിക്കുക. അത് കാരണം എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് ഒന്നും പറിച്ചില്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇതുവരെ ഒരു തെറ്റില്ലാതെ തെറ്റും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കൂടെ പോകുന്നുണ്ട്. ഇന്ന് വരെ കേട്ടോ. ഇനി നാളത്തെ കാര്യം എനിക്കറിയില്ല. ഞാൻ തെങ്ങ് കേട്ടെ. ഇപ്പോൾ ക്രിമിയടി മാറി. ഇനി രണ്ടാമത് ക്രിമിയടിക്കുമ്പോൾ ഇനിയും വരും ഒരു വട്ടം ഭ്രാന്തേറ്റ്.